വൺ, നിങ്ങൾക്ക് എക്സാമിന് ഉറപ്പായിട്ടും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഡയറി എൻട്രി. എടാ ദ ലോസ്റ്റ് ചൈൽഡ് എന്നുള്ള ചാപ്റ്ററിൽ നമ്മുടെ ബോയിനെ ഫാമിലി ആയിട്ട് മിസ്സാവുന്നുണ്ട് അല്ലെ. ബോയ്ക്ക് വഴി തെറ്റിപ്പോയിട്ട് അവന്റെ അച്ഛനും അമ്മേനും ഒക്കെ അവന് മിസ്സായി പോകുന്നുണ്ട്. സോ ആ ഒരു ദിവസം പിന്നെ അതിനുശേഷം അവൻ എങ്ങനെയൊക്കെയോ പാരന്റ്സുമായിട്ട് കണ്ടുമുട്ടാണ്, അവൻ അവിടെ നിന്ന് രക്ഷപ്പെടുകയാണ്. അപ്പൊ അതിനുശേഷം അന്നേ ദിവസം നമ്മുടെ ബോയ് അവന്റെ ഡയറിയിൽ എഴുതാനുള്ള ഒരു ഡയറി എൻട്രി നമുക്ക് പഠിച്ചാലോ. സോ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, എങ്ങനെയാണ് ആ ഒരു ഡയറി എൻട്രി ഉണ്ടാവുക എന്നുള്ളത് നമുക്ക് നോക്കാം കേട്ടോ. സോ ഒരു ഡയറി എഴുതുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളത് മിസ് പറഞ്ഞു തരാം. അതിനു മുന്നേ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. The child recollected the memories happened in the festival ground. He was very happy now with his parents. And after the dinner, he took his diary and started to write about the unforgettable day. അല്ലേ, അപ്പൊ നമ്മുടെ ബോയ് എന്ത് ചെയ്തു, ആ ഒരു ഫെസ്റ്റിവൽ ഗ്രൗണ്ടിൽ നടന്ന കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഓർത്തെടുക്കാൻ തുടങ്ങി. അങ്ങനെ അവൻ ഇപ്പൊ വളരെ ഹാപ്പിയാണ് പാരന്റ്സിന്റെ കൂടെ. അങ്ങനെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അന്ന് രാത്രി അവൻ എന്ത് ചെയ്യാണ്, അവന്റെ ആ ഒരു മറക്കാനാവാത്ത ഈ ദിവസത്തിനെ പറ്റിയിട്ട്, അൺഫോർഗറ്റബിൾ എന്ന് പറഞ്ഞാൽ എന്താ, മറക്കാനാവാത്ത ഈ ദിവസത്തിനെ പറ്റിയിട്ട് എന്ത് ചെയ്യാണ്, ഒരു ഡയറി എഴുതാണ്. സോ ആ ഒരു ഡയറി എൻട്രി എങ്ങനെ ഉണ്ടാവും നമുക്ക് നോക്കിയാലോ. എടാ ഒരു ഡയറി എൻട്രി എഴുതുമ്പോൾ നിങ്ങൾ ആദ്യം എന്ത് എഴുതണം, യെസ് അതിന്റെ ഫോമാറ്റ് മിസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ലെഫ്റ്റ് ടോപ്പ് സൈഡിലായിട്ട് നിങ്ങൾ ഡേറ്റും ഡേയും എഴുതണം അല്ലെ. അപ്പൊ ഡേ എങ്ങനെ എഴുതാ, ഇന്നിപ്പോ വെനസ്ഡേ ആണെങ്കിൽ വെനസ്ഡേ, ഓക്കെ 19 വെനസ്ഡേ എഴുതിയാൽ മതി, ഇങ്ങനെ എഴുതിയാൽ മതി. അങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഡിസംബറിനോ ആ ഒരു മന്ത് കൂടി നിങ്ങൾക്ക് എന്ത് ചെയ്യാം, എഴുതാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. അപ്പൊ ഡേറ്റും ഡേയും നിങ്ങൾ എന്തായാലും ആ ഒരു ലെഫ്റ്റ് സൈഡിലായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുക. ഓക്കെ, അല്ല സോറി, അവിടെ എഴുതാം. അതിനുശേഷം എന്ത് ചെയ്യണം, നിങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്യണം അല്ലെ. ആ ഒരു ഡേ എങ്ങനെയായിരുന്നു എന്ന് നിങ്ങൾ പറയണം. നിങ്ങൾക്ക് എന്തൊക്കെ പറയാടാ, നല്ല ഹാപ്പി ഡേ ആണെങ്കിൽ ഗ്രേറ്റ് ഡേ എന്ന് പറയാം. വളരെ മോശമായിട്ടുള്ള ഒരു ദിവസമായിരുന്നെങ്കിൽ വേഴ്സ് ഡേ എന്ന് പറയാം. ഇനി ഒരുപാട് കാര്യങ്ങൾ എന്തൊക്കെയോ കാര്യങ്ങൾ സംഭവിച്ചിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ സംഭവിച്ചിട്ടുള്ള ഡേ ആണെങ്കിൽ നിങ്ങൾക്ക് ഇവന്റ്ഫുൾ ഡേ എന്ന് പറയാം. ഇനി ഒരിക്കലും മറക്കാനാവാത്ത ദിവസമാണെങ്കിൽ അൺഫോർഗറ്റബിൾ ഡേ എന്ന് നിങ്ങൾക്ക് പറയാം. ഓക്കെ, ഇനി നിങ്ങൾ ഡയറി എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഫസ്റ്റ് പേഴ്സൺ ലാംഗ്വേജിൽ വേണം നിങ്ങൾ എഴുതാനായിട്ട്. എന്ന് വെച്ചാൽ നിങ്ങൾ ആ ഒരു ബോയ് ആയിട്ട്, നിങ്ങൾ ആ ഒരു ക്യാരക്ടർ ആയിട്ട് വേണം ആ ഒരു ഡയറി എഴുതാൻ. സോ ഫസ്റ്റ് പേഴ്സൺ ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ എന്താ, ഐ, മൈ, മീ, വി ഇതുപോലെയുള്ള പ്രോണൗണുകൾ വേണം നിങ്ങൾ യൂസ് ചെയ്യാൻ. ഓക്കെ മക്കളെ, അപ്പൊ നിങ്ങൾ ആ ഒരു ബോയ് ആയിട്ട് വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ, ഡയറി എഴുതാൻ വേണ്ടിയിട്ട്. ഇനി അന്ന് നടന്നിട്ടുള്ള ആ ഒരു ദിവസം നടന്നിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇവന്റ്സ് നിങ്ങൾക്ക് എഴുതാം. ആ ഒരു സമയത്ത് അവന്റെ മനസ്സിലൂടെ കടന്നു പോകുന്ന ഫീലിങ്സും തോട്ട്സും ഒക്കെ നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്നതാണ് കേട്ടോ. ആൻഡ് ഒരു റുട്ടീൻ അല്ല, രാവിലെ സമ്മർ ഫെയർ പോയി ഇത് കണ്ടു ഇങ്ങനെ കാണാതെ അങ്ങനെ ഒരു റുട്ടീൻ പോലെയല്ല, അല്ലെങ്കിൽ എന്തൊക്കെ സംഭവിച്ചു എന്നുള്ളത് നമ്മൾ ടൈം അനുസരിച്ച് നോട്ട് ചെയ്ത് എഴുതുന്നതല്ല. അതിന് പകരം ഡയറി എന്തായിരിക്കണം, കുറച്ചും കൂടി ഇമോഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾ കൺവേ ചെയ്യുന്നതായിരിക്കണം. യൂസസ് എക്സ്പ്രഷൻസ് ആൻഡ് ബ്രോക്കൺ സെന്റൻസസ്, നിങ്ങൾക്ക് എന്ത് ചെയ്യാടാ, എക്സ്ക്ലമേറ്ററി സെന്റൻസുകൾ യൂസ് ചെയ്യാം, അതുപോലെ ബ്രോക്കൺ സെന്റൻസുകൾ അല്ലെ. ഇപ്പൊ സങ്കടമൊക്കെ ആണെങ്കിൽ എന്തെങ്കിലും പറഞ്ഞു തീർക്കാൻ പറ്റുന്നില്ല എന്ന് കാണിക്കാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം, ഈ 3 dots ഇട്ട് കഴിഞ്ഞാൽ എന്തായി, ബ്രോക്കൺ സെന്റൻസുകളായി, അത് നമുക്ക് യൂസ് ചെയ്യാം. ഈ ലാസ്റ്റ് എൻഡ് ചെയ്യുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, ഐ ആം ഗോയിങ് ടു ബെഡ്, ഞാൻ ഉറങ്ങാൻ പോവാണ്, ആൻഡ് ഐ റിയലി ഹോപ്പ് ടുമോറോ വിൽ ബി എ ബെറ്റർ ഡേ എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഈ ഒരു ഡയറി എൻട്രി ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും കേട്ടോ. സോ അങ്ങനെയാണെങ്കിൽ നമ്മുടെ ആൻസർ നമുക്ക് നോക്കിയാലോ. 8 ഫ്രൈഡേ നവംബർ എന്ന് നമ്മൾ മിസ് ഡേറ്റും ഡേയും മന്തും എഴുതിയിട്ടുണ്ട്, ഏതെങ്കിലും ഒക്കെ എഴുതിയാൽ മതി കേട്ടോ. ടുഡേ വാസ് സച്ച് ആൻ അൺഫോർഗറ്റബിൾ ഡേ, ഇന്ന് ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു ദിവസമായിരുന്നു. ഐ വെന്റ് ടു ദ ഫെസ്റ്റിവൽ ഗ്രൗണ്ട് വിത്ത് മൈ പാരന്റ്സ്, ഞാൻ എൻ്റെ പാരന്റ്സിന്റെ കൂടെ എവിടെ പോയി, ഫെസ്റ്റിവൽ ഗ്രൗണ്ടിൽ പോയി. there were so many exciting things to see, അവിടെ ഒരുപാട് എക്സൈറ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ കാണാനുണ്ടായിരുന്നു. ഐ ലവ് ദ ടോയ്സ്, എനിക്ക് ടോയ്സ് ഇഷ്ടമായി. ആൻഡ് കളർഫുൾ ബലൂൺസ്, ബോയ് എന്തൊക്കെയാണ് അവിടെ കണ്ടത് നിങ്ങൾക്ക് അറിയാലോ, അത് നിങ്ങൾ കോട്ട് ചെയ്ത് എഴുതാം. the colorful balloons, വളരെ കളർഫുൾ ആയിട്ടുള്ള ബലൂൺസ്, ആൻഡ് ഓൾ ദ ഡെലീഷ്യസ് സ്വീറ്റ്സ് ലൈക്ക് ലഡൂസ് ആൻഡ് ജിലേബീസ്, ഒരുപാട് മധുരമായിട്ടുള്ള വളരെ ടേസ്റ്റി ആയിട്ടുള്ള സ്വീറ്റ്സ് കണ്ടു. ഐ സോ എ മെരി ഗോ റൗണ്ട് വിത്ത് ചിൽഡ്രൻ ലാഫിംഗ് ആൻഡ് ഹാവിങ് സോ മച്ച് ഫൺ അല്ലേ. അപ്പൊ ഞാൻ മെരി ഗോ റൗണ്ട് കണ്ടു, കുട്ടികൾ അതിലിരുന്ന് ഒരുപാട് ആർത്തുല്ലസിച്ച് അവർ ഫണ്ണായിട്ട് എൻജോയ് ചെയ്യായിരുന്നു. ആൻഡ് ഐ വാണ്ടഡ് സോ മെനി തിങ്സ് ലൈക്ക് ദ സ്വീറ്റ്സ്, ദ ബലൂൺസ് ആൻഡ് ദ ജാസ്മിൻ ഗാർലൻഡ് അല്ലേ. എനിക്ക് ഒരുപാട് കാര്യങ്ങൾ എനിക്ക് വേണം തോന്നി, എനിക്ക് സ്വീറ്റ്സ് വേണം, ബലൂൺസ് വേണം, ജാസ്മിൻ ഗാർലൻഡ്സ് വേണം, ഇതൊക്കെ എനിക്ക് വേണം തോന്നി. ബട്ട് ദെൻ ഐ ലോസ് മൈ പാരന്റ്സ് ഇൻ ദ ബിഗ് ക്രൗഡ് അല്ലേ. പക്ഷെ എനിക്ക് എന്തായടാ, ആ ഒരു ആൾക്കൂട്ടത്തിൽ, ക്രൗഡ് എന്ന് പറഞ്ഞാൽ എന്താ, ആൾക്കൂട്ടം അല്ലെ, ആ ഒരു വലിയ ആൾക്കൂട്ടത്തില് എനിക്ക് എൻ്റെ പാരന്റ്സിനെ നഷ്ടമായി, എനിക്ക് വഴി തെറ്റിപ്പോയി. ഐ വാസ് സോ സ്കെയർഡ് ആൻഡ് കോൾഡ് ഔട്ട് ഫോർ ദം അല്ലെ. സ്കെയർഡ് ആവുക എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചതാണ്, പേടിച്ചു പോയി. ഞാൻ എന്തായി, പേടിച്ചു പോയി. ആൻഡ് അവർക്ക് വേണ്ടി ഞാൻ ഒരുപാട് ആർത്ത് വിളിച്ചു, അച്ഛ അമ്മ എന്ന് പറഞ്ഞ് ഞാൻ
ആർത്ത് വിളിച്ചു. A kind man in the crowd lifted me up and helped me. അപ്പൊ അവിടെ ആ ഒരു ആൾക്കൂട്ടത്തിൽ നിന്നും ഒരു കൈൻഡ് ആയിട്ടുള്ള വളരെ ദയയുള്ള ഒരു ചേട്ടൻ വന്നിട്ട് എന്നെ എന്ത് ചെയ്തു, ആ ഒരു ആൾക്കൂട്ടത്തിൽ നിന്ന് എന്നെ എടുത്തു, എന്നിട്ട് എന്നെ ഹെൽപ്പ് ചെയ്തു. I was crying and just wanted my mother and father. ഞാൻ ആ ഒരു സമയത്ത് ഫുള്ള് കരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. എനിക്ക് എങ്ങനെയെങ്കിലും എൻ്റെ അച്ഛനെയും അമ്മേനെയും കണ്ടാൽ മതി, അവരെ കൂടെ ഇരുന്നാ മതി എന്നുള്ളായിരുന്നു. ഫൈനലി മൈ പാരൻസ് ഫൗണ്ട് മീ. അങ്ങനെ അവസാനം എൻ്റെ പാരൻസ് എന്ത് ചെയ്തു, എന്നെ കണ്ടുപിടിച്ചു. ആൻഡ് ഐ ഫെൽ സോ ഹാപ്പി ആൻഡ് സേഫ് വിത്ത് ദം അഗെയിൻ അല്ലേ. അപ്പോൾ അവരെ കണ്ടതിന് ശേഷം അല്ലെങ്കിൽ അവരെ കൂടെ നിൽക്കുമ്പോൾ എനിക്ക് വളരെ സന്തോഷമായിട്ടും വളരെ സേഫ് ആയിട്ടുമാണ് എനിക്കിപ്പോൾ തോന്നുന്നത്. നോ ഐ ആം ഹോം ആൻഡ് ഐ ഫീൽ സോ താങ്ക്ഫുൾ ടു ബി വിത്ത് ദം അല്ലേ. ഞാനിപ്പോൾ വീട്ടിലാണ്, എനിക്ക് അവരെ കൂടെ നിൽക്കാൻ പറ്റിയതിൽ വളരെ താങ്ക്ഫുൾ ആണ്, വളരെ നന്ദിയുണ്ട്. ആൻഡ് ഐ വിൽ നെവർ ഫോർഗെറ്റ് ദിസ് ഡേ അറ്റ് ദ ഫെസ്റ്റിവൽ. ഞാൻ ഈ ഒരു ഫെസ്റ്റിവലിലെ ഈ ഒരു ദിവസം എൻ്റെ ജീവിതത്തിൽ ഞാൻ ഒരിക്കലും മറക്കില്ല എന്ന് പറഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ഡയറി എൻട്രി ചെയ്യാൻ പറ്റും. സോ എൻ്റെ മക്കളെ എല്ലാവരും ഈ ഒരു ഡയറി എൻട്രി ഉറപ്പായിട്ടും പഠിച്ചു വെക്കുക. എക്സാമിന് ദ ലൂസ് ചൈൽഡിൽ നിന്നും ചോദിക്കാൻ ചാൻസ് ഉള്ള മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്. സോ ഇതെല്ലാവരും പഠിച്ചു വെക്കുക. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇതുപോലെയുള്ള ഇമ്പോർട്ടൻറ്റ് വീഡിയോസും നല്ല പ്രഡിക്ഷനൊക്കെ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ആൻഡ് ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ എക്സാംസ്. ഓക്കെ, ബൈ.